സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലെ 23-ാം റൺവേയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1:39 പറന്നുയർന്ന ബോയിംഗ് 787 ഡ്രീം ലൈനർ 5 മിനിറ്റിൽ തീഗോളമായി. അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ നടുക്കത്തിലാണ് ലോകം. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാളൊഴികെ എല്ലാവരും കത്തിയമർന്നു. മരിച്ചവരിൽ 169 ഇന്ത്യക്കാരും 61 വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണിയും അപകടത്തിൽ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുമുണ്ട്. വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. ഹോസ്റ്റലിലുണ്ടായിരുന്ന 5 വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് രാജ്യത്തെ നടുക്കിയ ഈ വിമാനാപകടത്തിന്റെ കാരണം? ദുരന്തത്തിലേക്ക് നയിച്ച കാരണങ്ങളും സാഹചര്യങ്ങളും എന്തൊക്കെ? ഇതാണ് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളും ഈ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ ഉള്ളവരും പങ്കുചേരും. ആദ്യം ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുമായി കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. കിരൺ, നമ്മൾ എല്ലാവരും കൊല്ലപ്പെട്ടു ഈ അപകടത്തിലെന്ന് പറയുമ്പോൾ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിന്റെ കഥ കൂടി ബാക്കി വെക്കുകയാണ്. അഹമ്മദാബാദിലെ ആ വലിയ ദുരന്തം, എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു. അതൊരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുന്ന സാഹചര്യം, ഈ അന്വേഷണം കൃത്യമായി ഉണ്ടാകും എന്ന വ്യോമയാന മന്ത്രാലയത്തിന്റെ ഉറപ്പ് വരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് 242 പേരാണ് ഈ ഇതിലുണ്ടായിരുന്നത്. അതിൽ 241 പേരും കൊല്ലപ്പെട്ടപ്പോൾ ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന ഒരു 38-കാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടാനോ അല്ലെങ്കിൽ തെറിച്ചു വീഴാനോ ഉണ്ടായ സാഹചര്യം കൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. കാര്യമായ പരിക്കുകളില്ലാതെയാണ് രക്ഷപ്പെട്ടത്. താഴെ വീണതിന് ശേഷം ഉണ്ടായ ചെറിയ ചില പരിക്കുകൾ മാത്രമാണ് ഈ വിശ്വാസ് കുമാർ രമേശിനുള്ളത്. അദ്ദേഹം 11A എന്ന് പറയുന്ന സീറ്റായിരുന്നു. അത് വിൻഡോയോട് ചേർന്നുള്ള സീറ്റായിരുന്നു. എമർജൻസി എക്സിറ്റിനോട് ചേർന്നുള്ള സീറ്റായിരുന്നു അത്. അതുകൊണ്ടായിരിക്കാം രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനും ആദർശ് കുമാറും ഇതിലുണ്ടായിരുന്നു. ആദർശ് കുമാർ രമേശും ഉണ്ടായിരുന്നു. അദ്ദേഹം 11Jയിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അടക്കമുള്ള എല്ലാവരും കൊല്ലപ്പെട്ടു. എന്തായാലും അത്ഭുതകരം എന്ന് തന്നെ പറയാം. വിമാനം താഴെ എത്തി, ഈ വിമാനം തീപിടിക്കുന്നതിന് തൊട്ടു മുമ്പ് ഏതാനും നിമിഷങ്ങൾ, അതെല്ലാം സെക്കൻഡുകൾ പോലുമില്ല, അതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് വിമാനത്തിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് വീണത്. പുറത്തേക്ക് വീണ സ്ഥലത്തും വിമാനം കത്തിയമരുന്ന സ്ഥലമായിരുന്നത്. അതിൽ നിന്ന് ദൂരെയാണ് വിമാനം പോയി വീണത്. അത് എല്ലാം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ അത്ഭുതകരമായ രക്ഷപ്പെടലിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ തന്നെ പ്രാഥമികമായ അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? പ്രാഥമികമായി DGCA നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ വിമാനത്തിൽ പക്ഷി ഇടിച്ചതാവണം കാരണം എന്നാണ് പറയുന്നത്. വിമാനത്തിൽ 2 എഞ്ചിനുള്ള വിമാനമാണ്. ഒരു എഞ്ചിൻ തകരാറിലായാലും അടുത്ത എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് വിമാനം പറക്കാനും സുരക്ഷിതമായി ഇറക്കാനും എല്ലാം കഴിയുന്ന സംവിധാനമുള്ള വിമാനം കൂടിയാണ്. ലോകത്ത് തന്നെ ഇതുവരെ ബോയിങ് 787 വിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടില്ല. പലതരത്തിലുള്ള സാങ്കേതിക തകരാറുണ്ടെന്ന് ബോയിങ്ങിന്റെ തന്നെ ഒരു എഞ്ചിനീയർ വെളിപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങളൊക്കെ നടക്കുകയും അന്വേഷണത്തിന്റെ ഒടുവിൽ അങ്ങനെ തകരാറുകളൊന്നുമില്ല എന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തതാണ്. വിമാനത്തിന് ആ സമയത്ത് വിമാനത്തിന്റെ വിൽപ്പനയടക്കം നന്നായി ഇടിഞ്ഞിരുന്നു. വിൽപ്പനയടക്കം നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ കുറയുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടും ലോകത്തെ പ്രധാനപ്പെട്ട വിമാന കമ്പനികളൊക്കെ വിശ്വസ്തയോടുകൂടി വിശ്വസിച്ചിരുന്ന ഒരു വിമാന കമ്പനിയാണ് ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന് പറയുന്നത്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഉള്ളതാണ്. സാധാരണഗതിയിൽ ഈ വിമാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തകരാറുണ്ടെങ്കിൽ അത് സ്വയം ഡിറ്റക്ട് ചെയ്ത് ഇന്ന സ്ഥലത്ത് ഇന്ന തകരാറുണ്ട് എന്ന് കണ്ടെത്താനുള്ള സംവിധാനം അടക്കമുള്ള വിമാനമാണിത്. അതുകൊണ്ട് തന്നെ തകരാറിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും അത് പരിഹരിക്കാനും ഒക്കെ കഴിയും. ഒരു സാധ്യതയായി ഇപ്പോൾ പറയുന്നത് വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലും പ്രവർത്തിക്കുന്ന പ്രൊപ്പല്ലറുകൾ വഴി നിരവധി പക്ഷികളോ അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ അത് പ്രൊപ്പല്ലറുകൾക്ക് കേടുവരികയും പ്രൊപ്പല്ലറുകളുടെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലാകുകയും 2 എഞ്ചിന്റെയും പ്രൊപ്പല്ലറുകളുടെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലാകുന്ന അവസ്ഥ എന്നാൽ വിമാനത്തിലേക്ക് പിന്നീട് പവർ നൽകാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വിമാനം വളരെ വേഗത്തിൽ തന്നെ തകർന്നു വീഴുക എന്നുള്ളതാണ്. വിമാനത്തിലേക്ക് പറക്കാനുള്ള ശേഷിയില്ലെങ്കിൽ പിന്നീട് തകർന്നു വീഴുക എന്നുള്ളതാണ്. അങ്ങനെയാവും ഉണ്ടായെന്ന്
എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇതെല്ലാം ഒരു അനുമാനങ്ങൾ മാത്രമാണ്. അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ? ഈ 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറുണ്ടാവുക എന്നത് അത്യപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. 1 ബില്യണിൽ 1 എന്നൊക്കെ ക്രമത്തിൽ മാത്രമല്ലാതെ ഈ ഒരു അപകടത്തിൽ അങ്ങനെ ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. 2 എഞ്ചിനുകളും ഒരേ സമയം തന്നെ തകരാറിലാകാം. മുൻപ് ഈ എഞ്ചിന് എന്തെങ്കിലും 2 എഞ്ചിനുകൾക്ക് തകരാറുകൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പരിശോധനകളൊക്കെ വിമാനത്തിന്റെ ഈ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് വിമാനമല്ലാതെ തന്നെ നേരിട്ട് ഗ്രൗണ്ടിൽ ഇറക്കി പരിശോധന നടത്തുന്ന സംവിധാനമൊക്കെ നിശ്ചിത ഇടവേളകൾ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ കൃത്യമായി ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ്. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നെല്ലാം തിരിച്ചറിയാൻ കഴിയും. അത്തരത്തിലേക്കുള്ള അന്വേഷണങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മാത്രമല്ല, ഔദ്യോഗികമായ അന്വേഷണം ഈ ഫ്ലൈയിങ് ഏജൻസികളുടെ ഭാഗത്തു നിന്നൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ എന്തായാലും എന്താണ് ഈ വലിയ ദുരന്തത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നത് വ്യക്തമാവുകയുള്ളൂ. സമഗ്രമായ അന്വേഷണം ഉണ്ടാകും എന്നത് എയർഫോഴ്സ് മിനിസ്റ്റർ, ഏവിയേഷൻ മിനിസ്റ്റർ ഇതിനോടകം സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. വിശദമായ അന്വേഷണത്തിന് ഉള്ള സംഘാംഗങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ട സാഹചര്യമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. നമ്മൾ ഈ 1 മണിക്കൂറിൽ പരിശോധിക്കുന്നതും എന്താണ് ഈ വലിയ ദുരന്തത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നത് തന്നെയാണ്. എന്നോടൊപ്പം ഇപ്പോൾ റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മോഹനൻ കട്ടയിൽ കൂടി ചേരുകയാണ്. ശ്രീ മോഹനൻ കട്ടയിൽ, രാജ്യത്തെ നടുക്കിയ 2ാമത്തെ വലിയ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തീഗോളമായി മാറി. അതിനകത്തെ ഒരു യാത്രക്കാരനൊഴിച്ച് ബാക്കി എല്ലാവരും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. വലിയ ആശങ്ക ഇത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഉണ്ടാക്കുന്നതാണ്. എന്താണ് ഒരുപാട് ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപകടത്തിന് തൊട്ട് മുൻപുള്ളതും ശേഷമുള്ളതുമൊക്കെയായ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് വിശകലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ ബന്ധപ്പെട്ട് വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ കാരണങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് 2 എക്യുപ്മെന്റ്സ് ഉണ്ട്. അതായത് ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിംഗ് സിസ്റ്റം, വേറൊന്ന് കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗ്. ഇത് രണ്ടും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കിട്ടിക്കഴിഞ്ഞ് അത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുവരെ എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉദ്ദേശങ്ങളും ഊഹങ്ങളും വെച്ച് എന്തെങ്കിലും പറയാമെന്ന് മാത്രമേ പറ്റുള്ളൂ. കാരണം ഇത് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ അണ്ടർ കാരേജ് വരെ മുകളിലേക്ക് പോയിട്ടില്ല. ഈ ഒരു സമയം കൊണ്ട് അണ്ടർ കാരേജ് എന്ന് പറയുന്നത് അതിന്റെ ചക്രങ്ങൾ ഉണ്ടല്ലോ, മെയിൻ ചക്രങ്ങൾ, അത് അതിന്റെ അകത്തേക്ക് കയറിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് തന്നെ ഇത് പെട്ടെന്ന് താഴത്തേക്ക് വീഴുക എന്ന് പറയുമ്പോൾ അധിക പക്ഷം അതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ 2 FDR-ഉം CBR-ഉം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ടേക്ക് ഓഫിന് ശേഷം ഏതാണ്ട് 625 ഫീറ്റ് ഉയരത്തിലേക്ക് ഈ വിമാനം എത്തുന്നുണ്ട്. അപ്പോൾ പോലും ആ ദൃശ്യങ്ങളിൽ ഇതിന്റെ ചക്രങ്ങൾ ഉയർന്നിട്ടില്ല എന്നത് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ സാങ്കേതിക പിഴവുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണോ? അല്ല, അത് ചക്രങ്ങൾ മുകളിലേക്ക് കയറുന്ന ഏകദേശം ഒരു 1000 അടി ഉയരത്തിൽ എത്തുമ്പോഴേക്കായിരിക്കും അത് ഉയർത്തുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അതിന്റെ വിമാനത്തിന്റെ എഞ്ചിൻ പവർ ക്ലിയർ ആയിട്ട് കിട്ടി. അതിനെന്നുണ്ടെങ്കിൽ ടേക്ക് ഓഫ് ഇതുണ്ട്, പോസിറ്റീവ് ക്ലൈംബ് എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തുമ്പോഴാണ് ഈ അണ്ടർ കാരേജ് മുകളിലേക്ക് കയറ്റുന്നത്. അപ്പൊ അതിനുള്ള ഒരു ടൈം പോലെ ആയിട്ടില്ല. അപ്പൊ അതാണ് ഇതൊരു വല്ലാത്തൊരു ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന വിമാനത്തിന്റെ ദൃശ്യങ്ങളിൽ അതിൽ ചിറകിന് പിന്നിലെ ഫ്ലാപ്പുകൾ നേരെയാക്കിയിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടും ചില ആശങ്കകൾ ഉയർത്തുന്നത് കാണുന്നു. താങ്കൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് തോന്നുന്നത്? ഊഹാപോഹങ്ങൾ നമ്മൾ ചെയ്യുന്നത് ശരിക്കും നല്ലൊരു ഏർപ്പാടല്ല. അതുകൊണ്ട് ഈ വിമാനത്തിന് ഉയർത്തുന്നത് സ്റ്റെബിലൈസർ എന്ന സംഭവമാണ്. അത് നീക്കി കഴിയുമ്പോഴാണ് അതിനെ ഉയർന്ന് വിമാനം മുകളിലേക്ക് പോകുന്നത്. അഥവാ എന്തെങ്കിലും ടെക്നിക്കൽ കാരണം കൊണ്ട്
അത് സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അവസ്ഥയിലാണോ അതിരിക്കുന്നത് അതനുസരിച്ച് വിമാനം മുകളിലേക്കോ താഴത്തേക്കോ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അത് പൈലറ്റിന്റെ സൈഡിൽ നിന്ന് വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല. ഇത് മിക്കവാറും ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം, അല്ലെങ്കിൽ എൻജിൻ അത് ഷട്ട് ഡൗൺ ആയി പോവുക, അങ്ങനെയൊക്കെയാണെങ്കിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും പല പല രീതികളുണ്ട് എൻ്റെ അതിൽ കുറച്ച് രക്ഷപ്പെട്ടെടുക്കാനായിട്ട്. പക്ഷെ എന്തായാലും എങ്ങനെയായാലും ആ ഒരു കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈലറ്റുമാര് തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ ടെക്നിക്കൽ ഫോൾട്ട് ഈ വിമാനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 5 മാസത്തിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നും ഏതാണ്ട് 300ഓളം പേർ ബോർഡിങ്ങിലായിരുന്ന സമയത്താണ് അങ്ങനെ ഒരു ടെക്നിക്കൽ ഫോൾട്ട് കണ്ടെത്തുകയും അടിയന്തരമായ ലാൻഡിംഗ് ഈ വിമാനത്തിന് വേണ്ടി വന്നതെന്നും ചില റിപ്പോർട്ടുകളുണ്ട്. അതിന് ശേഷം ഇപ്പോൾ 5 മാസം പിന്നിടുമ്പോൾ അതൊരു വലിയ ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടെക്നിക്കൽ പിഴവാണ് എങ്കിൽ അത് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാകില്ലേ? തീർച്ചയായിട്ടും അത് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ക്വാളിറ്റി അഷുറൻസ് കൊണ്ട് വേറെ ഡിപ്പാർട്ട്മെന്റ്, ടെക്നിക്കൽ ആക്ടിവിറ്റീസിനെ സൂപ്പർവൈസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം അവരെല്ലാം അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. പിന്നെ അതിന്റെ റെക്കോർഡ്സ് ഉണ്ടല്ലോ, ലോഗ് ബുക്ക് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് പരിശോധിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഏതായാലും ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. കാരണം എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഏതെങ്കിലും ഒരു വിജന പ്രദേശത്തല്ല വീണിരിക്കുന്നത്. ഇതൊരു ഹോസ്റ്റലിന്റെ മുകളിലും കൂട്ടി വീണിട്ട് അവിടെയും കുറെ കാഷ്വാലിറ്റി ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ന്യൂസിൽ കാണുന്നത്. ഇപ്പോ ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് എന്താണ്ട് 58,000 ലിറ്റർ ഏവിയേഷൻ ഫ്യൂവൽ ഈ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വലിയ തരത്തിൽ തീ പിടിച്ച് വലിയ പുകപടലം അവിടെ ഉയർന്നു. മണിക്കൂറുകളെടുത്താണ് ആ തീ കെടുത്താനായത്. ഈ മരിച്ചവരുടെ ഡെഡ് ബോഡികൾ അത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഇത്രയധികം ഫ്യൂവലുമായി ഒരു വിമാനം അപകടത്തിൽപ്പെടുന്നു, അതും ഒരു ജനവാസ മേഖലയിൽ അപകടത്തിൽപ്പെടുന്നു എന്നതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ ഇത്രയേ കാഷ്വാലിറ്റി എന്നത് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചൊരു വലിയ സംഖ്യയാണെങ്കിലും ഒരു പക്ഷേ ഇതിലും വലിയ അപകടം ഉണ്ടാക്കാമായിരുന്ന ഒരു സിറ്റുവേഷൻ ആണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നുണ്ടെങ്കിൽ ഇത് ലണ്ടനിലേക്ക് മറ്റേ പോകുന്ന വിമാനമാണ്. അപ്പൊ അതിനകത്ത് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം നിറച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ധനത്തിന്റെ ക്വാണ്ടിറ്റി അളവ് വളരെ കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ താഴത്തേക്ക് വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇന്ധന ടാങ്കുകളെല്ലാം പൊട്ടി തീഗോളമായിട്ട് മാറുന്നുള്ളത് സത്യമാണ്. അതിൽ വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ വല്ല നദിയിലോ അങ്ങനെയുള്ള വല്ലയിടത്തൊക്കെ പോയിട്ടാണ് ഇത് വീഴുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു കിട്ടും. ഇതൊരു ലാൻഡിൽ തന്നെയാണ് വീണിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനെക്കാട്ടും വലുതായിട്ട് വേറെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിൽ അത് ഡൗട്ട്ഫുൾ ആണ്. ഇത് കുറച്ച് ദൂരം പോയതിന് ശേഷം എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഫോൾട്ട് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പൈലറ്റുമാർക്ക് അതിന്റെ ഡിസിഷൻ എടുക്കാനുള്ള ടൈം കിട്ടും. ഇത് തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമേ ഇല്ല. 650 അടി ഉയരത്തിൽ മാത്രമേ വിമാനം എത്തിയിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഒരു തീരുമാനം എടുത്ത് അത് കണ്ടുപിടിച്ച് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ 50 താഴത്ത് വിടുകയില്ല. പക്ഷേ അതിന് പോലും ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. യാത്രക്കാർ പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല. അതൊക്കെയാണ് നമുക്ക് മുന്നിൽ ഉള്ള സാഹചര്യം. മിനിറ്റുകൾക്കുള്ളിൽ ടേക്ക് ഓഫിന് നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒരു തീഗോളമായ ആ വിമാനം മാറുന്നതാണ് കണ്ടത്. രാജ്യത്തെ നടുക്കുന്ന ഇതുപോലെ ദൃശ്യങ്ങൾ സഹിതം ലോകത്തെ നടക്കുന്ന ഒരു സംഭവമാണ്. ഇതുപോലെ വലിയൊരു അപകടം അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. ഇത്രയും അധികം ആൾക്കാർക്ക് ഈ ഒരു ദുരന്താനുഭവം ഉണ്ടായിട്ടുള്ള ഒരു ഏവിയേഷൻ ആക്സിഡന്റ് ഈ അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. പലതും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിലെല്ലാം യാത്രക്കാരുടെ എണ്ണം കുറവായിരുന്നല്ലോ. തീർച്ചയായും ആ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യമുള്ളത്. ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്കൊപ്പം ആഷിഖ് കൂടി ചേരുകയാണ്. കരിപ്പൂർ വിമാന അപകടത്തിന്റെ ഇര കൂടിയാണ് ആഷിഖ്. ആഷിഖ് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ആഷിഖ്, ഓരോ അപകടങ്ങളും നിങ്ങളെ സംബന്ധിച്ച് വലിയ ഞെട്ടലിന്റെ, നിങ്ങൾ അനുഭവിച്ച വേദനകളുടെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും. ഇപ്പോൾ അഹമ്മദാബാദിൽ
കരിപ്പൂരിലുണ്ടായതിനേക്കാൾ വലിയ, രാജ്യത്തെ തന്നെ രണ്ടാമത്തെ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ കടന്നുപോയ വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വീണ്ടും നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരികയാണോ? ഈ അപകടം കണ്ടപ്പോൾ എന്തു തോന്നി? അതെ, തീർച്ചയായിട്ടും ഈ അപകടം കണ്ടപ്പോൾ തന്നെ, അറിഞ്ഞത് മുതൽ തന്നെ വല്ലാതെ മനസ്സ് അസ്വസ്ഥരാണ്. വളരെയധികം വേദനിക്കുന്നുണ്ട്. ഞങ്ങള് ഫ്ലൈറ്റിൽ 184 യാത്രക്കാരായിരുന്നു. അതിൽ 21 പേരാണ് മരണപ്പെടുന്നത്. 163 പേര് സർവൈവ് ചെയ്തു. ജീവിതം അവര് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ 242ഓളം വരുന്ന ആളുകൾ, അതിലൊരാൾ മാത്രമാണ് രക്ഷപ്പെടുന്നത്. ഞങ്ങള് ദുബായിൽ നിന്ന് കയറി അത് നമ്മുടെ നാട്ടിലേക്ക്, കരിപ്പൂരിലേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുന്നേ വെച്ചിട്ടാണ് ഫ്ലൈറ്റ് തകരുന്നത്. ഇവിടുത്തെ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് സെക്കൻഡുകൾക്കകം ഈ ഫ്ലൈറ്റ് ഇവിടെ തകരുകയാണ്. ഇത്രയും നിറയെ യാത്രക്കാരുമായിട്ട് ലണ്ടനിലേക്ക് പോകുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏത് സമയവും ചില ശബ്ദങ്ങൾ, ചില ആക്സിഡന്റുകൾ, നമുക്ക്, അതായത് ഞങ്ങളെ ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് മാറി ഭൂമിയിലോട്ട്, അതായത് മറ്റ് റൺവേ കഴിഞ്ഞിട്ട് ഓടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ജർക്ക് ചെയ്തിട്ട് ആ ഒരു വല്ലാത്തൊരു ശബ്ദത്തോട് കൂടിയിട്ടാണ് ഫ്ലൈറ്റ്. ഇതെന്താണ് സംഭവിക്കുന്നത്? നമ്മൾ, അതായത് കോവിഡിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നല്ലോ ഞങ്ങളെ യാത്ര. 2020 ഓഗസ്റ്റ് 7. അതായത് ദുബായിക്കാരെ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ദുബായിക്കാരെ കണ്ടാൽ കല്ലെറിയുന്ന ഒരു അവസ്ഥയിൽ, അത്രമാത്രം കോവിഡ് പാനിക്കിലേക്കാണ് ഞങ്ങൾ വന്നിറങ്ങുന്നത്. ജോലി നഷ്ടപ്പെട്ട ആളുകൾ, പരസ്പരം കണ്ടാൽ അറിയാത്ത ഒരുപാട്, കാരണം PP കിറ്റ്, മാസ്ക് ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ പരസ്പരം അറിയുന്നില്ല. കൂടെ യാത്ര ചെയ്യുന്നത് ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, എൻ്റെ 4 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കൂടെ ഇരിക്കുന്ന ആളുകളെ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ആരും പരസ്പരം സംസാരിച്ചിട്ടില്ല. വാഷ്റൂം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം. ആരും അതിൽ വാഷ്റൂമിൽ പോലും പോകാൻ ധൈര്യപ്പെട്ടിട്ടില്ല. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി, ക്വാറന്റൈനിൽ ഇരിക്കണം, നമ്മുടെ വീട് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ട് വീട്ടുകാരിയ്ക്കുക, അങ്ങനെ എല്ലാം ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ വന്നിറങ്ങുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ അപകടം നടക്കുന്നത്. അത്രമാത്രം ഒരു പാനിക് സിറ്റുവേഷനിൽ ഞങ്ങൾ വന്നിറങ്ങുകയും അത് ആദ്യത്തെ ലാൻഡിങ്ങിൽ പൂർണ്ണമാവാതെ വീണ്ടും ഫ്ലൈറ്റ് പൊക്കി, പിന്നെ കുറെ കൂടെ ഓടി അരമണിക്കൂറോളം റൗണ്ട് ചുറ്റി പിന്നീടാണ് രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് വന്നിറങ്ങുന്നത്. റൺവേയും കഴിഞ്ഞു. റൺവേ കണ്ടപ്പോൾ സമാധാനമായി. കാരണം മീൻസ് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന, മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം, നമ്മുടെ നാടെത്തി എന്നുള്ളത്. കാരണം പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരാണ് അതിനകത്തുള്ള മിക്ക ആളുകളും. അതിൽ നമ്മൾ എങ്ങനെയും നാട്ടിലെത്തി എന്നുള്ള ആ ഒരു ധാരണയിൽ എത്തുന്നത്. പിന്നീട് കിട്ടുന്ന ഒരു ശബ്ദമുണ്ട്, ഒരു നമുക്ക് വല്ലാതെ അങ്ങ് ജർക്ക് ചെയ്തിട്ട് അപ്പോഴേക്കും ഉള്ളിലുള്ള ക്യാബിൻ തുറക്കപ്പെടുന്നു. കുട്ടികൾ അമ്മമാരുടെ മടിയിൽ നിന്നുള്ള കുട്ടികൾ താഴെ വീഴുന്നു. ഇതൊക്കെ എന്താ ഒരു, നമുക്കൊന്നും വിശ്വസിക്കാനോ ഞങ്ങളുടെ മനസ്സിനെ തന്നെ ബോധ്യപ്പെടുത്താനോ ഞങ്ങൾക്ക് സാധിക്കാത്ത. അതിലിടയിൽ പിറകിൽ നിന്ന് ആളുകൾ ഈ മരണസമയത്ത് ചെല്ലുന്ന, ഞങ്ങൾ ഷഹാദത്ത് ചെല്ലാൻ പറയുന്നു. അവിടെ കരച്ചിൽ നടക്കുന്നു. ഞാൻ എൻ്റെ സഹോദരനെ കെട്ടിപ്പിടിക്കുന്നു. ഞങ്ങൾ പരസ്പരം അങ്ങിങ്ങും കൈ കോർത്ത്. പിന്നീട് ഞങ്ങൾ കണ്ണു തുറക്കുമ്പോൾ എന്താ പറയാ, ഒരു മേലെ ഞങ്ങൾ മഴ വീഴുന്നതായിട്ടാണ്. അതായത് ഫ്ലൈറ്റ് പൊളിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ സീറ്റിലാണ് ഇരിക്കുന്നത്, ഞാനും ബ്രദറും. ആ മഴയാണ് ഞങ്ങളെ നനച്ചത്, ഞങ്ങളെ ഉണർത്തിയത്. പിന്നെ ഈ പറയുന്ന പോലെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടായില്ല, ഫ്ലൈറ്റ് കത്തിപ്പിടിച്ചില്ല. കേരളത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഴ അന്നായിരുന്നു. ഏറ്റവും നല്ല ജനങ്ങൾ, ഏറ്റവും കൊണ്ടോട്ടിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്നവർ കോവിഡ് മറന്ന്, അന്നത്തെ ആ മഹാമാരിയെ മറന്നുകൊണ്ട് ഞങ്ങളെ 2 കൈകളിലെടുത്ത് ഓടിയത്, ഞങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് തന്നത്. അതുകൊണ്ട് 21 ആളുകൾ മാത്രമാണ് ഞങ്ങളിൽ നിന്ന് പോയത്. ബാക്കി 161 പേര് അവരുടെ ആ ഒരു മനസ്സുകൊണ്ട്, മനസാന്നിധ്യം കൊണ്ട്, അവരുടെ നന്മ കൊണ്ട് രക്ഷപ്പെട്ടവരാണ്. ആ ഒരു പ്രവർത്തനമാണ് ഇതിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ അപകടം കണ്ടതും നമ്മൾ ഇതിലൊരു മലയാളിയായ ഒരു സഹോദരിയെ കണ്ടു, ഒമാനിലുള്ള നഴ്സ്. എന്തായാലും അതൊക്കെ നമുക്ക് ഈ ഓർമ്മകളിലേക്ക് തന്നെ എത്തുന്നത്. നിറയെ ആളുകൾ വിളിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള പല ഗ്രൂപ്പുകളുണ്ട്. MDF ആണ് ഞങ്ങളെ ഒരു കോർഡിനേഷനിലേക്ക് കൊണ്ടുവന്നത് ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ ഗ്രൂപ്പിലൊക്കെ സജീവമായിട്ട് ഓരോ കാര്യങ്ങൾ, ഓരോ ആളുകളുടെ എക്സ്പീരിയൻസും അവരുടെ സങ്കടങ്ങളും ആ കാര്യങ്ങളൊക്കെ കുറേയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഷിക്ക്, ഈ വിമാന ഒരു അപകടത്തിലേക്ക് പോകുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ ആ ഘട്ടത്തിൽ? പല അനുഭവങ്ങൾ അന്ന് മാധ്യമങ്ങളിലൊക്കെ നിറയെ വന്നിരുന്നു. പലരും ഇതിപ്പോൾ ഏതാണ്ട് 1:38 ടേക്ക് ഓഫ് ഉണ്ടാകുന്നു, 5 മിനിറ്റിനുള്ളിൽ തീഗോളമായ വിമാനം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും ഒരുപക്ഷെ യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലേ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ ഇതേപോലെ 1:38 എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റും ഏകദേശം 1:38 ടെർമിനൽ 2 ദുബായിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നത്.
ഇവിടെ 7:45 ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. 2 അനൗൺസ്മെന്റ് ആണ് അന്ന് ഫ്ലൈറ്റിൽ ആകെ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഫ്ലൈറ്റ് ഡിപ്പാർച്ചറിന്റെ മുമ്പേ ആ ക്യാപ്റ്റനെ കുറിച്ച് പരിചയപ്പെടുത്തി, നമ്മൾ പറക്കേണ്ട സ്ഥലത്തെ കുറിച്ച്, ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നല്ലാതെ അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ നമ്മൾ ലാൻഡിങ് സമയത്ത് നമ്മുടെ കരിപ്പൂരെത്തുമ്പോൾ മറ്റ് എവിടെയാണോ ലാൻഡിങ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ മുന്നേ ഒരു അനൗൺസ്മെന്റ്, ഈ 2 അനൗൺസ്മെന്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയത് തന്നെ, നമ്മൾ സാധാരണ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ അവിടെ എയറോസ്റ്റ്, അവിടെ ക്യാബിൻ ക്രൂ അംഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിലൊരാൾ നിന്നിരുന്നു, ബാക്കി ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ ചെന്നിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ സീറ്റിനകത്ത് ഒരു ബെന്നും ഒരു ഗ്ലാസ് വെള്ളവും ഒരു കുപ്പി വെള്ളവും ഞങ്ങളുടെ സീറ്റിൽ കിടക്കുകയാണ്. അത് നേരെ ഞങ്ങൾ എടുത്ത് നേരെ ആ പോച്ചിൽ ഫ്രണ്ടിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് ഒരു ക്യാബിൻ ക്രൂ നടന്നിട്ട് പോലുമില്ല. മൊത്തത്തിൽ അതായത് ഒരു ഒരു ശോകം നിറഞ്ഞ അന്നത്തെ അവസ്ഥ അറിയാലോ. അതായത് അത് ആ ഫ്ലൈറ്റ് മൊത്തമേ അങ്ങനെ തന്നെ ആയിരുന്നു. ആ ഒരു വല്ലാത്തൊരു ചൂടായിരുന്നു ആ സമയത്ത് ദുബായിൽ. അപ്പൊ ആ ചൂടത്ത് കുറെ ഞങ്ങൾ ബസ്സിൽ വന്നിട്ടാണ് ബസ് കയറുന്നത്. സാധാരണ അങ്ങനെ ആയിരുന്നില്ല. ആ മൊത്തത്തിലെ എല്ലാം ഞങ്ങൾക്കൊരു മൊത്തത്തില് ആകെ ഡിസ്റ്റർബഡ് ആണ് എല്ലാവരും. ഇതും കൂടെ ആയപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ 2 അനൗൺസ്മെന്റ്, ഇത് അപകടം നടക്കുന്നതായിട്ട് ഞങ്ങൾക്കൊരു ആ ഒരു ഫ്യൂ സെക്കൻഡിന് മുന്നിൽ മാത്രം പിറകിൽ നിന്ന് ആരോ വിളിച്ചു പറയുകയും എല്ലാവരും ദൈവത്തെ വിളിക്കൂ, ഷഹാദത്ത് കലിമ ചൊല്ലൂ എന്നുള്ള ഒരു ആഹ്വാനാണ് പുറകിൽ നിന്ന് കേൾക്കുന്നത്. കുട്ടികളെ കരച്ചില് പിന്നീടൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സെക്കൻഡുകൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷമാണ് ഞങ്ങൾ ഉണരുന്നത്, കണ്ണ് തുറക്കുന്നത്. ഞാനുണ്ടായിരുന്നു, എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, എൻ്റെ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്തായാലും ഓരോ ദുരന്തവും ബാക്കി വെക്കുന്നത് നീറുന്ന വേദനയും ഓർമ്മകളും ഒക്കെയാണ്. ഇവിടെ ഇപ്പോൾ 242 പേരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അത്രയധികം വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ ബാക്കിയാകുന്നുണ്ട്. ഒരു കുടുംബം ഒന്നാകെ ഇല്ലാതായതിൻ്റെ കണക്കുകൾ വരുന്നുണ്ട്. കുട്ടികളും 11ഓളം കുട്ടികൾ ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്ന വിവരം, നീറുന്ന വിവരം വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ വിശകലനങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും ഒക്കെ തന്നെ തിരിച്ചെത്താം. ഇടവേളയ്ക്ക് തുടരുന്നുണ്ട്. ഷിമോഹനൻ, ഈ അഹമ്മദാബാദിലെ വിമാനാപകടത്തിന് കാരണം പക്ഷി ഇടിച്ചതാണ് എന്നതാണ് DGCA പറയുന്ന കാരണം. അവർ യന്ത്ര തകരാർ, സാങ്കേതിക പ്രശ്നങ്ങൾ എന്നത് പാടെ അവഗണിക്കുകയാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളില്ല എന്ന് പറയുന്നു. 2 എഞ്ചിനുകളിലും പക്ഷി ഇടിച്ചതായി സംശയിക്കുന്നതായി DGCA വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയാണ്. അങ്ങനെ 2 എഞ്ചിനുകളിലും പക്ഷിയിടിച്ച് എഞ്ചിൻ തകരാറുണ്ടായി ഒരു അപകടം സംഭവിച്ചു എന്ന DGCAയുടെ വാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? നമ്മൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. 2 എഞ്ചിനുകൾ, അങ്ങനെ ആ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും പക്ഷികളുടെ സാന്നിധ്യം കാണുന്നില്ല. അങ്ങനെ 2 എഞ്ചിനിലും പക്ഷികൾ ഇടിച്ചുണ്ടായ ഒരു അപകടമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇതിനെ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ കണ്ട വീഡിയോകളെല്ലാം കണ്ടുവെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ പറയാൻ അത് തോന്നുന്നില്ല. കാരണം 2 എഞ്ചിനും പക്ഷികൾ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിന്റെ പുറകിൽ നിന്ന് തീയും പുകയും വരുന്നതായിട്ട് കാണാൻ പറ്റും. എഞ്ചിൻ ഡാമേജ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചില അടയാളങ്ങളാണ് അത്. അങ്ങനെയൊന്നും ഇതിൽ കണ്ടിട്ടില്ല. അത് കാണാനുള്ള ടൈം കിട്ടില്ല. കാരണം ഞാൻ കണ്ടിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞാൽ ഇത് പൊന്തി പോകുന്നുണ്ട്. അതിന് ശേഷം ബിൽഡിങ്ങിന്റെ താഴത്തേക്ക് പോവുകയാണ്. അപ്പൊ അത് വന്ന് വീഴുന്ന ആ വീഡിയോ ഒന്നും ഇപ്പം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എഞ്ചിൻ ഫ്ലെയിം ഔട്ട് ആവുന്നതിന്റെ വിഷ്വൽസ് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കൃത്യമായിട്ട് ഇത് അങ്ങനെ തന്നെയാണോ അല്ലോ എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമുക്ക് അത് പറയാൻ പറ്റുന്നില്ല. ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ 787-8 വിമാനമാണിത്. എന്ന് വെച്ചാൽ സാങ്കേതിക മികവുള്ള അത്യാധുനിക വിമാനമാണ് ഇത് എന്ന് പറയുന്നു. ഇതിന്റെ ഫസ്റ്റ് പൈലറ്റിന് ഏതാണ്ട് 8000-ൽ അപ്പുറം കിലോമീറ്റർ ഫ്ലൈയിങ്ങിന്റെ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റാണ്. അപ്പോൾ ഇതിലൊന്നും യാതൊരു തരത്തിലും ഒരു കുറവോ സാധ്യതകളോ അപകടത്തിലേക്ക് നയിക്കുന്ന സാധ്യതകളോ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റിന്റെ സാന്നിധ്യം ഉണ്ടായിട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. മാത്രവുമല്ല, ഇത് അത്യാധുനിക വിമാനം ആണ് എന്ന് പറയുന്നു. അപ്പോൾ പോലും വലിയൊരു ദുരന്തത്തിലേക്ക് ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ അത് എത്തപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ ഇതൊരു ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ക്ലൈംബിംഗ് തുടങ്ങിയിട്ടുള്ളൂ. ആ വിമാനത്തിന് ഫ്ലോട്ട് ചെയ്യാൻ, എഞ്ചിൻ ഫ്ലെയിം ഔട്ട് ആയി കഴിഞ്ഞാൽ കുറച്ചു നേരം ഫ്ലോട്ട് ചെയ്തിട്ട് വേറെ വല്ലയിടത്തേക്ക് തിരിക്കാനോ അങ്ങനെയുള്ള
ആൾട്ടിറ്റ്യൂഡിൽ എത്തിയിട്ടില്ല, അതായത് ഹൈറ്റിലും എത്തിയിട്ടില്ല, അതുപോലെ എഞ്ചിൻ പവറും അത്ര ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു സമയത്ത് പെട്ടെന്ന് എഞ്ചിൻ രണ്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പിന്നെ കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് താഴത്തേക്ക് വീഴുള്ളൂ. അത് സെക്കൻഡ് പോലും വേണ്ടി വരില്ല ആ വീഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതിന്റെ അകത്ത് ഫ്രെയിം ഔട്ട് ആയിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോയില് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കംപ്ലീറ്റ് നമ്മൾ താഴെ വരെ വരുന്നത് വരെ ഉള്ളത് ഒരു വീഡിയോ എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ബേർഡ് ഹീറ്റ് ആണോ, പക്ഷി ഇടിച്ചിട്ട് സംഭവിച്ചു 2 എഞ്ചിനും പക്ഷി ഇടിച്ച് തകർന്നു പോയതാണോ എന്ന് അറിയാൻ ഈ ഒരു അവസരത്തില് അത് പറയാൻ പറ്റുന്നില്ല. ഈ പക്ഷി ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അതും ഈ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെ കണ്ടെത്തുന്നതിലൂടെ, വോയിസ് റെക്കോർഡർ ഉൾപ്പെടെ കണ്ടെത്തുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നാണോ അറിയേണ്ടത്? അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു വിമാനം ഇതുപോലെ ടേക്ക് ഓഫ് ചെയ്ത് ക്ലൈം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിൽ നിന്ന് പക്ഷികൾ വരുമ്പോൾ പൈലറ്റുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഒരാള് ഇത് സാധാരണ നിലയ്ക്ക് ഈ ക്ലൈം സമയത്ത് ആണെങ്കിൽ ഒരു പൈലറ്റ് അതിന്റെ അകത്തുള്ള കോക്പിറ്റിലെ ഇൻസ്ട്രുമെന്റ്സ് നോക്കിക്കൊണ്ട് ഒരാൾ പുറത്തേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിഷ്വൽസ് നോക്കിക്കൊണ്ടാണ് ഇരിക്കാറ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതിൽ വരും. ഇതിൽ മീറ്ററിൽ വല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ പൈലറ്റ് മറ്റേ പൈലറ്റ് അടുത്ത് പറയും ഇതൊരു മീറ്ററിൽ റീഡിങ് വ്യത്യാസം വരുന്നുണ്ട്. വേറൊരാൾ പുറമേ ഉള്ളതുപോലുള്ള പക്ഷികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുമ്പോൾ ആ പൈലറ്റ് മറ്റേ പൈലറ്റിന്റെ അടുത്ത് പുറത്ത് പക്ഷികളുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ നമ്മുടെ വോയിസ് റെക്കോർഡറിൽ റെക്കോർഡാവും. ഞാൻ ആഷിക്കിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ആഷിക്ക്, ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അപകടത്തിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല, അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടിവരും എന്നത് ടാറ്റ ഗ്രൂപ്പ് പറയുന്നു. മാത്രവുമല്ല, അവർ ഒരു സഹായധനം ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഓരോ കുടുംബത്തിനും 1 കോടി രൂപയുടെ സഹായധനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ വിമാനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഒരു വലിയ ദുരന്തം അത് ഏത് തരത്തിലുണ്ടായാലും ദുരന്തം എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക്, അവരുടെ ആശ്രിതർക്ക് ധനസഹായങ്ങൾ നൽകുക, അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കുക എന്നതാണ്. ഈ ഫ്ലൈറ്റ് ക്രാഷ് ഇങ്ങനെയുള്ള അപകടങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് വളരെ കൃത്യതയുള്ളതാണ്. ഒരു ഹ്യൂജ് എമൗണ്ട് അതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾക്ക് കിട്ടും എന്നതാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? കരിപ്പൂർ വിമാനാപകടത്തിന് ശേഷം നിങ്ങൾ അതിനിരയായവർക്കൊക്കെ ഈ ധനസഹായവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ്? കൃത്യമായി ആ ധനസഹായം ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആ വലിയ ദുരന്തത്തെ അതിജീവിച്ചവർക്ക്, ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കൾക്കൊക്കെ ആ ധനസഹായം പാക്കേജൊക്കെ എത്രമാത്രം ഉപകാരപ്പെട്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും. അതായത് ജോബ് നഷ്ടപ്പെട്ട ആളുകളായതുകൊണ്ട് ആ രീതിയിലാണ് പരിഗണിക്കപ്പെട്ടത് ഞങ്ങൾ. അതിൽ ഒട്ടുമിക്ക ആളുകളും, കാരണം നമ്മൾ സത്യവാങ്മൂലം കൊടുത്തിട്ട്, അതായത് നമ്മൾ എംബസി മുഖാന്തരമാണ് ഞങ്ങൾക്ക് ഇതിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഞങ്ങൾ ഇതിൽ ഫ്ലൈ ചെയ്യാനുള്ള അർഹത നേടുന്നത്. നാട്ടിലേക്ക് വരാൻ ആകെ 3 കാറ്റഗറിയാണ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ജോലി നഷ്ടപ്പെട്ടവർ, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വിസ കഴിഞ്ഞവർ. ഈ ആളുകൾക്ക് മാത്രമേ നാട്ടിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യ കാറ്റഗറിയിലാണ്. ജോലി നഷ്ടപ്പെട്ട് വരുമാനം ഇല്ലാത്ത ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ ചാൻസ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ കയറുന്ന ഈ ദുരന്തം സംഭവിക്കുന്ന ഞങ്ങൾ അപകടത്തിൽ പെടുന്നു. കൃത്യമായിട്ടുള്ള ഒരു ബിഗിനിങ്ങിൽ ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇതിന് നിയമപരമായിട്ടുള്ള കുറവുകളായിരിക്കാം. പക്ഷേ അതൊക്കെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അതായത് MDF പോലെയുള്ള നല്ല സംഘടനകൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ അവർ ഇടപെട്ടു. കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പോവുകയായിരുന്നു. ഞങ്ങൾ ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഞങ്ങളുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായിട്ട് എയർ ഇന്ത്യയുടെ അധികൃതർ ഡെയിലി ഞങ്ങൾ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുമായിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, എൻ്റെ ഹോസ്പിറ്റൽ ചെലവ്, എൻ്റെ ബ്രദറിൻ്റെ ഹോസ്പിറ്റൽ, എൻ്റെ ഫസ്റ്റ് സർജറി കഴിയുന്നത് 1 വർഷത്തിന് ശേഷമാണ്. കൈയുടെ ഡിസ്ലൊക്കേഷൻ ആയിരുന്നു. അതിലൊരു ചെറിയ ഒരു പിന്നെ കുഴ പൊട്ടിപ്പോയി ചിന്നി ചെതിറ് കൊണ്ട് അതിനൊരു മോൾഡിങ് ചെയ്ത ഒരു കോട്ടിംഗ് ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതിലാണ് എൻ്റെ വലത്തെ കൈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സർജറി ആഫ്റ്റർ 1 ഇയറിന് ശേഷമാണ് നടക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് ഏകദേശം 14-15 ലക്ഷം രൂപയോളം ഒരാൾക്ക് തന്നെ, ഞങ്ങൾക്ക് തന്നെ ചിലവായിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ടുള്ള ബില്ല് അവർ പേ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ആ ഒരു നഷ്ടപരിഹാരത്തിലേക്ക് എത്തുമ്പോൾ മോൺട്രിയൽ കൺവെൻഷൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനമാണ് ലോകത്ത് ഇന്ത്യ അടക്കം സൈൻ ചെയ്തിട്ടുള്ള ഒരു വല്ലാത്തൊരു നിയമം ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ ആ രീതിയിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കുറേ ആളുകൾക്ക് കിട്ടി, കുറച്ച് ആളുകൾ കിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങൾ ഡോക്യുമെന്റേഷന്റെ അഭാവം, ഇത് പിന്നീട് ഞങ്ങൾക്കിത് തിരുത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾ. പിന്നെ കുറേ ആളുകൾ കേസിന് പോയി, കുറേ ആളുകൾ ഞങ്ങൾക്ക് ഇപ്പോഴും സുപ്രീം കോർട്ടിൽ ഞങ്ങൾ കേസ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ബേസിക് ഇൻട്രിയം കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഒരു തുക തരുന്നു. അതിനുശേഷം അവർ ഞങ്ങൾ വിളിക്കുന്നു. 2, 3, 4 സിറ്റിംഗ് താജ് ഹോട്ടലിൽ വെച്ചിട്ട്, കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമർത്ഥിച്ചത് കൃത്യമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളുടെ ഹാപ്പിനെസ് ലൈഫ് ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫ്, ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ലൈഫ് നിങ്ങൾ എങ്ങനെ തിരിച്ചു തരും? ജോലി നഷ്ടപ്പെട്ടു, ശരിയാണ്. പക്ഷെ എനിക്ക് എൻ്റെ സന്തോഷമായിട്ടുള്ള ലൈഫ്, എനിക്ക് എൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് നിങ്ങൾ എങ്ങനെ തിരിച്ചു തരിക? നിങ്ങൾ അതെങ്ങനെ നിങ്ങൾ കോമ്പൻസേഷൻ തന്ന് സഹായിക്കുക? ആ രീതിയിലൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായ കുറേ ലോയേഴ്സ് ഉണ്ടാവും. അവരുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മളെ പരമാവധി പറഞ്ഞിട്ടും കുറേയൊക്കെ കേട്ടിട്ടും കേൾക്കാതെയും ഒക്കെ അവരൊരു തുക പറയണു. അതിൽ സാറ്റിസ്ഫൈഡ് ആവാതെ പിന്നീട് ഞങ്ങൾക്ക് കിട്ടുന്ന നിയമം ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടുന്നത് വാങ്ങിച്ചു വെക്കുക, അതിനുശേഷം കേസിന് പോവുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 89 വരുന്ന യാത്രക്കാർ ഞങ്ങളിപ്പോൾ സുപ്രീം കോടതിയിൽ കേസിലാണ്. ഏകദേശം 2-3 മാസത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും വിധിയാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. പക്ഷേ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, അതില്ല എന്ന് പറയാൻ സാധിക്കില്ല. തീർച്ചയായും കൃത്യമായ ട്രീറ്റ്മെന്റ് ലഭിച്ചു. അപ്പോഴും നഷ്ടപരിഹാരങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി. അതിന് ദീർഘമായ നിയമ നടപടികൾ വേണ്ടി വന്നു എന്ന സാഹചര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമുക്കൊപ്പം ഇപ്പോൾ കിരൺ ബാബു കൂടി ചേരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. കിരൺ, ആഭ്യന്തര മന്ത്രി തന്നെ സംഭവസ്ഥലത്ത് നേരിട്ടെത്തി ഉള്ള വിലയിരുത്തലുകൾ നടത്താൻ പോവുകയാണ്. പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് അമിത്ഷാ ഗുജറാത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ വ്യോമയാന മന്ത്രി ഇതിനോടകം തന്നെ സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നത് പറഞ്ഞു കഴിഞ്ഞു. കൃത്യമായും എന്താണ് ഈ രാജ്യത്തെ തന്നെ നടുക്കിയ, രാജ്യത്തെ തന്നെ 2ാമത്തെ വലിയ വിമാന ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതിൻ്റെ കണ്ടെത്തലുകളായിരിക്കുമോ, അല്ലെങ്കിൽ അതിനുള്ള അന്വേഷണങ്ങൾ, നടപടികളായിരിക്കുമോ ഇനിയുള്ള മണിക്കൂറുകളിൽ ഏറ്റവും ഊർജിതമായി നടക്കുക? അതുതന്നെയാണ് ഇനി ഉണ്ടാവേണ്ടത്. ഇനിയിപ്പോൾ അപകടത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ രക്ഷാപ്രവർത്തനങ്ങൾ അത് പൂർത്തിയായി. ഇനിയിപ്പോൾ വിമാന അവശിഷ്ടങ്ങൾ മാറ്റുക, മറ്റ് നടപടിക്രമങ്ങളൊക്കെയാണ്. ഈ ചില മൃതശരീരങ്ങളൊക്കെ ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള DNA ടെസ്റ്റൊക്കെ പലതിനും വേണ്ടിവരും. അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇനി വേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അപകടത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്, അത് പരിഹരിക്കാൻ ഏതെങ്കിലും ഭാഗത്ത് വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായോ, അല്ലെങ്കിൽ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രാഥമികമായ നിഗമനം പോലെ ഇത് പക്ഷി വന്ന് ഇടിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ഈ പക്ഷിയുടെ അപകടത്തെക്കുറിച്ചൊന്നും നേരത്തെ അതിനുള്ള പരിഹാരം ഒന്നും കണ്ടിരുന്നില്ലേ? ആ മേഖലയിൽ അങ്ങനെ പക്ഷി ശല്യം ഉണ്ടായിരുന്നതാണോ? അല്ലെങ്കിൽ അത്യപൂർവമായി മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ള ചില അപകടങ്ങളിലെ കാറ്റഗറിയിൽപ്പെട്ടതാണോ? ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ കണ്ടെത്തുകയും അത് ലോകത്തോട് പറയുകയും ഒക്കെ വേണം. കൃത്യമായി തന്നെ ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അപകടം എങ്ങനെ ഉണ്ടായെന്നതും ഈ അപകടത്തിന് കാരണം എന്തെല്ലാമാണെന്നും. അത് കൃത്യമായ കണ്ടെത്തലുകളും പരിശോധനകളും ഒക്കെ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഔദ്യോഗികമായ അന്വേഷണം മാത്രമല്ല, വിമാന അപകടങ്ങളുണ്ടായ ലോകത്തെ പ്രധാനപ്പെട്ട വിമാന കമ്പനികൾ, ലോകത്തെ വിമാന ഏജൻസികളൊക്കെ അവർ തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ അന്വേഷണം നടത്തിയാലും അത്തരത്തിലുള്ള പരിശോധനകളും ഉണ്ടാവും. ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒരു അപകടം ഉണ്ടായാൽ അവിടെ ഒരു അന്വേഷണം നടത്തി ഈ അന്വേഷണം ഇന്ന കാര്യം കൊണ്ടാണ് എന്ന് കണ്ടെത്തി മാത്രം അത് യുക്തിസഹമായ കാരണങ്ങളും ശാസ്ത്രീയമായ കാരണങ്ങളിലൂടെ തന്നെ തെളിയിക്കേണ്ടതുണ്ട്. അത് ലോകത്തെ പ്രധാനപ്പെട്ട ഇത്തരം വിമാന അപകടങ്ങൾ, പ്രത്യേകിച്ച് പാസഞ്ചർ വിമാനങ്ങളിലെ യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ അത്തരത്തിലേക്കുള്ള പരിശോധനകളും അത് വെളിപ്പെടുത്തലുകളുമൊക്കെ ഇല്ലാതിരിക്കുന്നത്. ഇത് യാത്രാ വിമാനമാണ്. യാത്രാ വിമാനത്തിൽ അത്തരം അപകടം ഉണ്ടായാൽ അതിൻ്റെ പരിശോധനകൾ നടത്തുകയും അത് കൃത്യമായി കാരണങ്ങൾ കണ്ടെത്തുകയും ഒക്കെ വേണം. അതിൻ്റെ ഇതിലേക്കാണ് സ്വാഭാവികമായും കിടക്കുന്നത്. അത് പല തട്ടിലുള്ള അന്വേഷണങ്ങൾ, ഇന്ത്യയുടെ ആഭ്യന്തര അന്വേഷണവും സിവിൽ ഏവിയേഷൻ അന്വേഷണവും ഒക്കെ പുറമെ മറ്റ് അന്വേഷണങ്ങളും ഒക്കെ ഇക്കാര്യത്തിൽ നടക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ എങ്ങനെയാണ് അപകടം ഉണ്ടായി എന്നുള്ള കാരണത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയൂ. പ്രധാനമായും ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ, ഇത് 2 എഞ്ചിനുള്ള ഒരു വിമാനമാണ്. ഈ വിമാനത്തിന് ഈ 14 മണിക്കൂറും വേണമെങ്കിൽ ഈ ഒരു എഞ്ചിൻ തകരാറിലായാൽ പോലും മറ്റേ എഞ്ചിൻ കൊണ്ട് 12-14 മണിക്കൂർ യാത്രയുള്ള ആ യാത്ര പൂർണ്ണമായും പൂർത്തിയാക്കിയ ശേഷം ഇറക്കാൻ ശേഷിയുള്ള എഞ്ചിനാണ്. അങ്ങനെ ആ ഒരു എഞ്ചിൻ കൊണ്ട് തന്നെ പറക്കാനൊക്കെ കഴിയുന്ന എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ 2 എഞ്ചിനും ഒരേ സമയത്തിൽ തകരാറിലാകുക, എഞ്ചിൻ സാധാരണഗതിയിൽ എഞ്ചിന്
ഒരു തകരാറ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ എഞ്ചിൻ തകരാറായി എഞ്ചിൻ നിൽക്കുകയല്ല ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള തകരാറിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊക്കെ, അത് ഓട്ടോമാറ്റിക്കായി തന്നെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഈ വിമാനത്തിൽ തന്നെയുണ്ട്. ലോകത്തെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ പേര് കേട്ട അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അംഗീകരിക്കപ്പെട്ട ഒരു വിമാനമാണ് ഈ ബോയിങ് 787 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഏതെങ്കിലും തരത്തിൽ ഒരു യന്ത്രത്തിന് തകരാറുണ്ടായാലും, ഒരു യന്ത്രം പൂർണ്ണമായും പണിമുടക്കിയാലും മറ്റ് എഞ്ചിൻ പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷേ ആ എഞ്ചിനും പ്രവർത്തിച്ചില്ല. 2 എഞ്ചിനും ഒരേ സമയത്ത് തകരാറുണ്ടാകുക എന്നുള്ളത് 1 ബില്യണിൽ 1 എന്നൊക്കെ പറഞ്ഞത് അത് അത്യപൂർവം, ഒരിക്കലും സംഭവിക്കാൻ കഴിയില്ലാത്തത് എന്നൊക്കെ ആളുകൾ പറയുമല്ലോ. ആ തരത്തിലേക്ക് ഉണ്ടായ ഒരു സന്ദർഭങ്ങൾ മാത്രമേ 2 എഞ്ചിനും ഒരേപോലെ തകരാറിലാവാൻ സാധ്യതയുള്ളൂ. അവിടേക്കാണ് ഈ രണ്ടാമത്തെ DGCAയുടെ ആദ്യത്തെ പ്രാഥമിക കണ്ടെത്തൽ വരുന്നത്. അതാണ് പക്ഷി ഇടിച്ചതാവാം. പക്ഷികൾ 2 എഞ്ചിൻ്റെയും പ്രൊപ്പല്ലറിനുള്ളിലേക്ക് ഒന്നിലധികമോ പക്ഷികൾ കയറുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രൊപ്പല്ലറിന് കേടുവരാൻ വളരെ വേഗത്തിൽ എഞ്ചിൻ സാധാരണഗതിയിൽ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനം അതിൻ്റെ ഫുൾ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പവർ എടുത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ വിമാനം സഞ്ചരിക്കുന്ന ഉയരത്തിലേക്ക് എത്തുക. ആ ഉയരത്തിലെത്തുന്നതിന് ആ പവർ തന്നെ ഉപയോഗിക്കുക. ഇന്ധനം ലാഭിക്കാൻ കൂടി അത്തരം പ്രവർത്തനമാണ് സാധാരണഗതിയിലൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ നിശ്ചിത ഉയരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് വിമാനങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വലിയ വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഉയരത്തിലെത്താൻ കൂടുതൽ ഇന്ധനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് ഈ തരത്തിലേക്കാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഉയരത്തിലേക്കൊന്നും വിമാനം പോയില്ല. 800 അടി ഉയരത്തിലേക്ക് മാത്രമാണ് വിമാനം പോയത്. വിമാനം കയറുന്ന ഉടൻ തന്നെ വിമാനത്തിൻ്റെ പവറിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായും അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അത് അപകടത്തിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും അപകട സന്ദേശം മെയ്ഡേ സന്ദേശം നൽകുമ്പോഴേക്കും പിന്നീട് സെക്കൻഡുകൾ, 1 മിനിറ്റ് പോലും എടുത്തില്ല, സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാനം തിരിച്ചിറക്കാനൊന്നുള്ള സന്ദർഭങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഈ ഒരു സാധ്യത പ്രാഥമികമായ നിഗമനത്തിൽ പക്ഷി ഇടിച്ചിട്ടുണ്ടായ അപകടത്തിനുള്ള സാധ്യതയാണ് കൂടുതൽ വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെല്ലാം ഇപ്പോഴത്തെ വിവരങ്ങൾ പുറത്തു വരുന്ന ഈ ചെറിയ വിവരങ്ങൾ വെച്ചുള്ള അനുമാനങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ മാത്രമേ എന്താണ് വിമാനാപകടത്തിന്റെ കാരണങ്ങൾ എന്ന് കണ്ടെത്താൻ കഴിയൂ. തീർച്ചയായും. ഇപ്പോൾ മോഹനൻ കട്ടയിൽ വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ കട്ടയിൽ, ഇവിടെ ഇപ്പോൾ അഹമ്മദാബാദിലെ തന്നെ രണ്ടാമത്തെ വിമാനാപകടമാണ്. 1988 ഉണ്ടായ അപകടത്തിൽ 164 മരണം അഹമ്മദാബാദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തും ചെറുതും വലുതുമായി നിരവധി അപകടങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1500ഓളം മരണവും വിമാന അപകടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 65 വർഷത്തെ കാലയളവിൽ 19 അപകടങ്ങളിലായിട്ടാണ് ഇത്രയും മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഏറ്റവും അടുത്ത് കണ്ടത് ഏറ്റവും ഒടുവിൽ കരിപ്പൂരിലാണ്. ഈ വിമാന അപകടങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നത് ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം യഥാർത്ഥത്തിലുണ്ടോ ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ സംബന്ധിച്ച്? മാത്രമല്ല, ഇപ്പോൾ വിദേശ പൗരന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ. 53 ബ്രിട്ടീഷ് പൗരന്മാരുണ്ട്, 7 പോർച്ചുഗീസ് പൗരന്മാർ, 1 കനേഡിയൻ പൗരൻ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കാര്യം. അപ്പോൾ എന്താണ് ഈ അപകടത്തിൻ്റെ വ്യക്തമായ കൃത്യമായ കാരണം എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടി ഇന്ത്യക്ക് ബാധ്യതയുണ്ടോ? ശരിയാണ്, ഇന്ത്യക്ക് അതിൻ്റെതായ ബാധ്യതയുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു. പക്ഷെ അതുകൊണ്ട് ഈ ഏവിയേഷൻ ഫീൽഡിൽ ഇത് ഒരു വലുതായിട്ടുള്ള ആശങ്ക ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതുപോലുള്ള അപകടങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് അപകടങ്ങൾ നടക്കുന്നത് ഇതാണ്, എയർ പ്രഷർ. അല്ലാതുള്ള റോഡ് ആക്സിഡന്റ്, ട്രെയിൻ ആക്സിഡന്റ്, കപ്പലിന്റെ ആക്സിഡന്റ്, വെള്ളത്തിലുള്ള ആക്സിഡന്റ് എല്ലാം വെച്ച് നോക്കിയിട്ട് ഒരു താരതമ്യ പഠനം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറവ് ആക്സിഡന്റ് നടക്കുന്നത് ഈ ഏവിയേഷനിലാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം നടന്നത്, ഏവിയേഷനിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മിക്കവാറും രക്ഷപ്പെട്ട് വരാനുള്ള ചാൻസ് വളരെ പരിമിതമാണ്. അത് മാത്രമാണ് ആളുകളുടെ ഒരു ഭയം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിൽ പോകുമ്പോൾ അഥവാ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തോന്നലുണ്ടാവും നമ്മൾ അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോരുന്നില്ല. പക്ഷെ ഇവിടെ ആ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തുകൊണ്ട് ഇതൊന്ന് സംഭവിച്ചു, ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല പ്രോഗ്രാംസും സിസ്റ്റംസും എല്ലാം ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില സമയങ്ങളിൽ ഇതുപോലുള്ള അപകടങ്ങൾ നടന്നു പോകും. ഇപ്പോഴത്തെ ഓരോ അപകടങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ആ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എടുത്തു പോവുക എന്നതാണല്ലോ. അത്തരം തിരുത്തലുകൾ
നമ്മളെ സംബന്ധിച്ച് സാധ്യമാകുന്നുണ്ടോ? കൃത്യമായും ഓരോ അപകടത്തിൻ്റെയും കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക, അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നത് സാധ്യമാകുന്നുണ്ടോ? അത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും അതെല്ലാം ഒരു പാഠങ്ങൾ തന്നെയാണ്. കാരണം ഒരു അപകടം, ഇന്നിപ്പോ നടന്നിരിക്കുന്ന അപകടം ഇതുപോലെ മുമ്പ് നടന്ന ഒരു അപകടമായിട്ട് നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത മാതിരി ആയിരിക്കാം. അതിന്റെ കാരണങ്ങൾ തന്നെ വളരെ വ്യത്യസ്തമായിരിക്കാം. ഇതെല്ലാം ഓരോ പാഠങ്ങൾ തന്നെയാണ്. അത് വെച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് പല റെക്കമെൻഡേഷൻസും കൊണ്ടുവരും ഇതുപോലത്തെ ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ അകത്ത് പറഞ്ഞാൽ ഇന്റർനാഷണൽ IATA, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള ഇന്റർനാഷണൽ ഏജൻസീസ് വരെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടും. പിന്നെ അതുമാത്രമല്ല, ബോയിങ് എന്ന കമ്പനിക്ക് തന്നെ ഒരു ആവശ്യമുണ്ട് ഇത് എന്തുകൊണ്ട് നടന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അവരും അവരുടേതായ രൂപത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊരു പേടിയായിട്ട് സാധാരണ ജനങ്ങളിലും കണക്കിലെടുത്ത് ഇനി മേലാൽ ഞാൻ എയർ ട്രാവൽ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അപകടങ്ങൾ എല്ലാ ദിവസവും പലയിടത്തും പല രൂപത്തിലും റോഡിലായാലും ട്രെയിനിലായാലും കപ്പലിലായാലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് ആഷിഖിനോട് തന്നെ അത് ചോദിക്കാം. ആഷിഖ്, കരിപ്പൂർ വിമാന അപകടത്തിന് മുൻപ് താങ്കൾ ജോലി സംബന്ധമായൊക്കെ ഫ്ലൈറ്റ് യാത്ര അത്യാവശ്യം നടത്തിയിട്ടുള്ള വ്യക്തിയായിരിക്കും. ഒരു മരണത്തെ, ഒരുപക്ഷെ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് തന്നെ പറയാം കരിപ്പൂരിൽ അന്നുണ്ടായ അപകടത്തിൽ നിങ്ങൾ. അതിനുശേഷം വിമാനം എന്നതൊരു പേടി സ്വപ്നമാണോ? അതിനുശേഷം വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് താങ്കളുടെ അനുഭവങ്ങൾ? 22 വർഷം ഗൾഫിലായിരുന്നു. ഒരുപാട് തവണ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ട്. കരിപ്പൂരിലേക്ക് കുറവായിരുന്നു. കാരണം ഞങ്ങൾ ഈ ചങ്ങരംകുളം ആയതുകൊണ്ട് തന്നെ ഒരു മിഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ റോഡ് കുറച്ചും കൂടെ ഈസി ആണ്, കുറച്ച് വലിയ റോഡുകളാണെന്നുള്ള ഇതിൽ നമ്മൾ കൊച്ചിയാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. പിന്നെ അന്നത്തെ ഒരു യാത്ര എന്ന് പറയാൻ എൻ്റെ സുഹൃത്തുക്കൾ 2 പേര് കോഴിക്കോട് സ്വദേശികളായിരുന്നു, അലിയും ഷംസുദ്ദീനും, പിന്നെ എൻ്റെ സഹോദരൻ ഷഹീനും. അങ്ങനെയാണ് ഞങ്ങൾ അവർക്കും കൂടെ ഒരു കംഫർട്ടബിൾ ആവുന്ന രീതിയിലേക്കാണ് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് അന്നത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നത്. അതിൻ്റെ വശങ്ങളൊക്കെ പറഞ്ഞല്ലോ, ടേബിൾ ടോപ്പ്. അപ്പോൾ അതിന് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ ആക്സിഡന്റ് അങ്ങനെ സംഭവിക്കുന്നു. അതിനുശേഷം തീർച്ചയായിട്ടും ഒരു ഭയം ഉണ്ടായിരുന്ന മനസ്സിനകത്ത്. ഞാൻ ബോംബെയിലേക്കാണ് പോയത്. അത് നമ്മളെ ഫ്ലൈറ്റ് ആക്സിഡന്റിന് ശേഷം 3.5 വർഷത്തിന് ശേഷം ഇവിടെ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിന് എൻ്റെ സുഹൃത്തുമായിട്ട് ഞങ്ങൾ ബോംബെയിലൊന്ന് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഓർമ്മകളും പെട്ടെന്ന് ഓടിയെത്തും. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നു, ഫ്ലൈറ്റ് ഡിപ്പാർച്ചറിനും പിന്നെന്താ പറയുക ലാൻഡിങ്ങിൻ്റെ സമയത്തൊക്കെ മനസ്സ് പെട്ടെന്ന് വല്ലാത്ത അസ്വസ്ഥയായിരുന്നു. എന്നാലും ഈ പറയുന്ന പോലെ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ആക്സിഡന്റ്, ഏറ്റവും വലിയ അപകടം തരണം ചെയ്ത് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. കാരണം പല ആളുകൾക്കും ഉറങ്ങാൻ കഴിയാതെ, അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ അവരെ ഉറക്കത്തിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യുക, ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, ചില കാഴ്ചകൾ അവരെ അസ്വസ്ഥ, ഇതൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് തന്നിരുന്ന നിർദ്ദേശം, നിങ്ങൾ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ അപകടം തരണം ചെയ്ത ആളുകളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു വലിയ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിൻ്റെ ആ ഒരു അനുഗ്രഹം മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളെല്ലാം മറക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുമായിട്ട് ജീവിതം താരതമ്യപ്പെടുക. അപ്പോൾ ആ ഒരു ഓർമ്മകളാണ്. പല നെഗറ്റീവ് ചിന്തകളും ഇടയ്ക്കൊക്കെ കയറി വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹമ്പ് ചാടുന്ന ആ ശബ്ദം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതായത് ഓഗസ്റ്റ് 27-ാം തീയതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. കാരണം ഞങ്ങൾ മനസ്സിൽ ഞങ്ങളെ ശബ്ദം, ഞങ്ങൾ ചെവിയിൽ കേൾക്കുന്നത് ആ ശബ്ദമായിരുന്നു. കട്ടക്കട്ട ആ ഹമ്പ് ഇങ്ങനെ ചാടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം ഉണ്ടല്ലോ, അത്തരം ശബ്ദങ്ങൾ, അത്തരം ചില കാഴ്ചകളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോകും. പിന്നെ വെള്ളത്തിൽ അധികം സ്വിമ്മിങ് ഒക്കെ കുറേ കാലത്തേക്ക് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളൊരു ട്രിപ്പ് പോയപ്പോഴാണ് അല്പം നീന്തിയത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. എന്തായാലും ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടും അവിടുത്തെ ഒരുപാട് നല്ല സുമനസ്സുകളുടെ അവരുടെയൊക്കെ ദൈവകരങ്ങൾ കൊണ്ടൊക്കെ രക്ഷപ്പെട്ട ആ ഒരു തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു പോസിറ്റീവ് സൈഡിലൂടെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അവസരം കിട്ടിയാൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യും. അത് ആ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തിയിട്ടുണ്ട്. പല ആളുകളും തിരിച്ചു പോയി. ഇപ്പൊ എൻ്റെ ബ്രദർ അടക്കം അവിടെ വീണ്ടും ദുബായിൽ ജോലി ചെയ്യാണ്. തീർച്ചയായും എന്തായാലും ഓരോ ദുരന്തങ്ങളെയും തരണം ചെയ്ത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ അതിജീവനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. അതിനുള്ള കരുത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എപ്പോഴും. ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും ആ കരുത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.